ഹായ് ഫ്രണ്ട്സ്, രഞ്ജിമാരെ എല്ലാവർക്കും അറിയാലോ അല്ലേ? മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് അവർ. ഒരുപാട് നടന്മാരെയും നടികളെയൊക്കെ മഞ്ജുവാരുടെയൊക്കെ നന്നായി മേക്കപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. രഞ്ജിനി ഹരിദാസ് ഇവരൊക്കെ ഇവർ ഈ രഞ്ജിമാർ ചെയ്ത ഒരു പരാമർശം, അതായത് ചെവിക്കല്ലടിച്ച് പൊളിക്കും, ലക്ഷ്മിയുടെയും അമ്മയുടെയും ചെവിക്കല്ലടിച്ച് പൊളിക്കും എന്ന് പറഞ്ഞ ആ പരാമർശത്തിനെതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്മിയും അമ്മയും നിൽക്കുന്നത്. കാരണം അതിന് മുന്നേ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശാരിക KB ഉണ്ടല്ലോ, ഹോട്ട് സീറ്റർ, ആ ശാരിക KBയുടെ ഹോട്ട് സീറ്റിൽ വന്നിരുന്നു കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രഞ്ജിമാരെ. അപ്പോൾ അവർ പറയാണ്, എന്താണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലക്ഷ്മി എനിക്ക് രണ്ട് പേരെ അടിക്കണമെന്ന് തോന്നിയിട്ട്, ചെവിക്കല്ലടിച്ച് പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ട്. എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറി ചെന്ന് അവർ ആ നിസ്സഹായ അവസ്ഥ, ആ നൂറയുടെ ആദിലയുടെ മുഖം കണ്ടപ്പോൾ, അതായത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറഞ്ഞ് ലക്ഷ്മി പറഞ്ഞു. പറഞ്ഞ ആ സമയത്ത് ആ നൂറയും ആദിലയുടെയും ഫേസ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെയെങ്കിലും ഓടിക്കേറി ചെന്ന് എന്ത് ചെയ്യാൻ തോന്നി? ആ ലക്ഷ്മിയെ കാരണം അടിച്ച് പൊളിക്കാൻ തോന്നി. അത് കഴിഞ്ഞ് സെയിം മിസ്റ്റേക്ക് ലക്ഷ്മിയുടെ അമ്മ വന്നപ്പോൾ ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ വരാന്ത വരെ കയറ്റും, ഇവളത് പറഞ്ഞോട്ടെ, ഞാൻ വരാന്തയിൽ കയറ്റിയിരുത്തും എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ആ അമ്മയെയും ആ തള്ളയെയും എനിക്ക് ചെവിക്കല്ലടിച്ച് പൊളിക്കാൻ തോന്നി എന്നാണ് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാണ് അവരെ വീട്ടിൽ കയറ്റിയില്ല എന്ന് പറഞ്ഞ് ഇവർ ചെവിക്കല്ലടിച്ച് പൊളിക്കാൻ നോക്കുന്നത്? അവരെ വീട്ടിൽ അവരെ കാശ് കൊണ്ട് ഉണ്ടാക്കിയ വീട്, അവരെ വീട്ടിൽ ആരെ കയറ്റണം കയറ്റണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അവർ അല്ലേ? അപ്പോൾ അവർ കയറ്റിയില്ല എന്നൊരു പരാമർശം അവരവിടെ പറഞ്ഞു, ഞങ്ങൾ കയറ്റില്ല എന്ന് പറഞ്ഞു. ലക്ഷ്മിയും പറഞ്ഞു, അമ്മയും പറഞ്ഞു. ഓക്കെ, ലക്ഷ്മി അന്നൊക്കെ ഞാൻ വിചാരിച്ചു നല്ല സ്റ്റാൻഡേർഡുള്ള സ്ത്രീയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചെയ്യുന്ന സംഭവം കാണുമ്പോൾ, ഇപ്പോൾ അനുമോളെടുത്ത് കൂടുതൽ ഫേവറിസം കാണിക്കുക, അനുമോൾക്ക് ആൾക്കാരില്ല എന്ന് പറയുമ്പോൾ നേരെ പോയിട്ട് അനീഷിൻ്റെ അടുത്ത് ഫേവറിസം കാണിക്കുക, അവിടെ നിന്ന് മറുകുണ്ടൻ ചാടുക, ഇങ്ങോട്ട് ചാടുക. ലക്ഷ്മിയുടെ ആ ഒരു പരിപാടി എനിക്ക് അത്ര ഇഷ്ടമാകുന്നില്ല. ലക്ഷ്മി അത് തന്നെ വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ ഈ രഞ്ജിമാർ പറഞ്ഞത് ഒട്ടും എനിക്ക് ഇഷ്ടമാകുന്നില്ല. എന്തിനാണ് ഒരാളുടെ ഇഷ്ടം? അവരുടെ ഇഷ്ടമാണ് അല്ലേ? സ്വന്തം വീട് വെച്ചു, ആ വീട്ടിലെ ആൾക്കാരെ താമസിപ്പിക്കുന്നത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ആരെ കയറ്റണം എന്ന് നമ്മുടെ ഇഷ്ടമാണ് അല്ലേ? നമ്മൾ എന്ത് പറയുന്നു വെച്ചാൽ നമ്മുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവർ അളക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലക്ഷ്മിയുടെ അമ്മയുടെ പേഴ്സണാലിറ്റി അന്നേ എല്ലാവരും അളന്നു. അവരുടെ എനിക്കും അന്ന് അളന്നതാണ്. ഞാനും തോന്നി ശരി തന്നെയാണ്. കാരണം ഇങ്ങനെ ലെസ്ബിയൻ കപ്പിൾസ് ആയതുകൊണ്ടല്ല ഞാനത് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ലെസ്ബിയൻ കപ്പിളായാലും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, ഈ ലെസ്ബിയൻ കപ്പിൾസ് എന്തൊക്കെയാണ് അവരുടെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയത്, അതാലോചിക്കുമ്പോൾ ഭയങ്കര റിഗ്രറ്റ് നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. നമുക്ക് നല്ല വേദന തോന്നുന്നുണ്ട്, ദുഃഖം തോന്നുന്നുണ്ട് ഇല്ലേ? എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി അവർ തന്നെ ബിഗ് ബോസിൽ വന്ന് അവർ തന്നെ തെളിയിച്ചു. എൻ്റെ അച്ഛനമ്മ എന്നെ നന്നായാണ് വളർത്തിയത്. നൂറ പറഞ്ഞിട്ടുണ്ട്, ആദില പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മിച്ചിയും വാപ്പിച്ചിയും നന്നായി വളർത്തി. അവരെ തല്ലൂട്ടത്തിൻ്റെ ഇടയിൽ ഞാനാണ് അവരെ തല്ലുകൂട്ടം സോൾവ് ആക്കാറ്, ഞങ്ങൾ നല്ല രീതിയിലാണ് വളർത്തിയത് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നല്ല രീതിയിൽ വളർത്തിയ മക്കൾ ഇത്രയും ബാഡായിട്ട് ഞങ്ങൾ റേപ്പ് ചെയ്തു എന്ന് വരെ വൃത്തികേട് പറഞ്ഞ് അവരെ മുഖത്ത് കരിവാരി തേച്ച മക്കളാണ് ഇവർ. അപ്പോൾ ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ല, അത് ലെസ്ബിയൻ കപ്പിൾ ആയതുകൊണ്ടല്ല വീട്ടിൽ കയറ്റാത്തത്. ഇവരുടെ ക്യാരക്ടർ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലായിരുന്നു ഇവരുടെ ബിഗ് ബോസിലെ ഈ 95 ദിവസത്തിൻ്റെ പെരുമാറ്റം. പക്ഷേ ലക്ഷ്മിയും അമ്മയും വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ ലെസ്ബിയൻ കപ്പിൾസ് ആയതുകൊണ്ടാണ് അവരുടെ ഈ ക്യാരക്ടർ എല്ലാവരും അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ലെസ്ബിയൻ കപ്പിൾസ് മക്കളുടെ അടുത്ത് എന്ത് പറയും? ആണും പെണ്ണും ഭാര്യയും ഭർത്താവാണെന്ന് പറയാൻ പറ്റുമോ? നല്ല ലെവലിലൊക്കെയാണ് കേട്ടോ. പക്ഷേ ഞാൻ പറയുന്നത് ലെസ്ബിയൻ കപ്പിൾസോ അതൊക്കെ അവരുടെ ഇഷ്ടം, അവരെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ അവർ ചെയ്ത പ്രവർത്തികൾ, പിന്നെ ബിഗ് ബോസ് ഹൗസിലും അവർ ചെയ്തിരുന്ന പ്രവർത്തികൾ ശരിക്കും നാരദ സ്വഭാവങ്ങളും കുശുമ്പും കുരുട്ടും കുന്നായ്മയും ഇല്ലാത്തത് പറയും, എന്തൊക്കെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാണ് രണ്ടുപേരും എന്ന് മനസ്സിലായി നമുക്കെല്ലാവർക്കും അല്ലേ? പക്ഷേ രഞ്ജിമാർ വന്ന് പറയുന്നത് കേട്ടോ, ഞാൻ വോയിസ് ഇട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. താങ്കളെ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, ഇത്രയും ഫെയിം ആയിട്ടുള്ള, സ്വന്തമായി ഫെയിം ഉണ്ടാക്കിയ ഒരാള്, സ്വന്തമായിട്ട് ഇത്രയും ഓണ്ടർപ്രണർ ആയിട്ടുള്ള ഒരാള്, ഒരുപാട് ആൾക്കാർ താങ്കൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാൻ അത്ര പെട്ടെന്ന് സാധിക്കില്ല. ഒരിക്കലും പറ്റത്തില്ല. അതൊരു ആലോചിക്കും. പക്ഷെ ബിഗ് ബോസിൽ പോണമെന്ന് തോന്നി എനിക്ക് ഒരു ദിവസം. എനിക്ക് തോന്നുന്നു എപ്പോഴായിരുന്നു സത്യമായിട്ട് എനിക്ക് നൂറേനെ ഒരു വിഷയം വന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു നൂറ ഇരിക്കുന്ന ഒരു നിസ്സഹാവസ്ഥയിൽ ഫീലിംഗ്
എനിക്കത് ഭയങ്കരമായിട്ട് വിഷം. വാട്ടെവർ അവരിനി പുറത്ത് വന്ന് എങ്ങനെയാവുന്നു അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്താണോ എന്നുള്ളതല്ല, ആ ഒരു പോയിന്റ് ഓഫ് ടൈമില് അതെ 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 നൂറയുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു നിസ്സഹാവസ്ഥ നിറഞ്ഞൊരു വേദന, അതെ, നിന്നെ ഒന്നും എന്റെ വീട്ടിൽ കേട്ടില്ല എന്ന് അതേ സെയിം ഡയലോഗ് ആ കുട്ടിയുടെ അമ്മയും വന്നിട്ട് പറയുന്നു. അത് ഞാൻ ഇന്നലെയാ കണ്ടത്. അയ്യോ, അത് ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ, വീട്ടിൽ കേറിയില്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ ഇരിക്കും എന്ന് പറയുമ്പോ പട്ടികൾ സിറ്റ് ഔട്ടിൽ ഇരിക്കും. അതെ, ചില വീടുകളിലെല്ലാം പട്ടികളെ സിറ്റ് ഔട്ടിലല്ലേ കിടത്തുക. സിറ്റ് ഔട്ടിൽ ഇരിക്കും. നീയൊക്കെ പട്ടികളാണ്, അവിടെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു ധ്വനിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും ഞെട്ടിപ്പോയി. ഞാനത് അതെ, അയ്യോ എന്റെ രഞ്ജിനിക്ക് എന്താണത്, അല്ല എന്റെ അടുത്തങ്ങാനാണ് എന്റെ പേര് പരാമർശിച്ചിട്ടാണ് അവരത് പറഞ്ഞിരുന്നെങ്കിൽ ഏതൊറ്റം വരെ കേസിന് പോയാലും അടിച്ച് ഞാൻ ചെകിട് പൊട്ടിച്ച് പല്ല് ഞാൻ പൊഴിപ്പിച്ചിട്ട് ഞാൻ അവിടെ ഇറങ്ങുള്ളൂ. കേട്ടല്ലോ. അപ്പോൾ രഞ്ജിമാർ പറഞ്ഞത്, അപ്പം അടിച്ച് പല്ല് കൊഴിച്ചിട്ടേ ഞാൻ അവിടെ നിറങ്ങുള്ളൂ, എത്ര കേസിന് പോയാലും ചെയ്യുമെന്നാണ് പറയുന്നത്. അത് വെറും വ്യാമോഹമാണ്. കാരണം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായാലും പുറത്ത് വെച്ചിട്ടാണെങ്കിലും അടിച്ച് പല്ല് കൊഴിക്കാൻ വരുന്ന സമയത്ത് ഇവരും വെറുതെ ഇരിക്കില്ലല്ലോ. മാത്രമല്ല അതിനുള്ള നിയമങ്ങളൊക്കെ പിന്നെ എന്തിനാണ്? അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ആർക്കും അങ്ങനെയൊന്നും ഒരാളെയും പറ്റില്ല. ഇരുട്ടിട്ട് അടിക്കേണ്ടി വരും, അല്ലാതെ നേരിട്ട് ചെന്ന് അടിച്ച് പല്ല് കൊഴിക്കാനൊന്നും പറ്റില്ല. അവരെ വീട്ടിൽ കയറ്റണില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കൊണ്ടാണ്. അപ്പോൾ ഇതിനെതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങിയിട്ടാണ് ലക്ഷ്മിയും അമ്മയും നിൽക്കുന്നത്. ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.